ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എക്സ്പയറി ഡേയിൽ മാർക്കറ്റ് വലിയ രീതിയിലുള്ള ഒരു വളറ്റിലിറ്റി ഒഴിവാക്കി അതിൻ്റെ സപ്പോർട്ട് ലെവലുകളിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ട് സോൺ ആയിട്ടുള്ള 24, 100, 24, 135 എന്ന ലെവല് അത് കൃത്യമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചു. അതുപോലെ 24, 300 ലെവലിൽ ശക്തമായ കോൾ റേറ്റിംഗ് നടന്നതിനാൽ ആ ഒരു അപ്സൈഡ് മൂവ് തടയപ്പെടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റേഞ്ചിനുള്ളിൽ കടന്നുകൊണ്ടാണ് നിഫ്റ്റിയുടെ എക്സ്പയറി ഇന്ന് കടന്നുപോയത്. എന്നാൽ മൊത്തത്തിലുള്ള മാർക്കറ്റ് ബ്രെഡ്ത്ത് യഥാർത്ഥത്തിൽ പോസിറ്റീവാണ്. കാരണം അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളാണ് ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളേക്കാൾ കൂടുതൽ. കൂടാതെ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ് മാർക്കറ്റ് ഇൻഡെക്സുകളിലൊക്കെ മൊത്തത്തിലൊരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സെക്ടറുകളിൽ വലിയ തോതിലുള്ള അപ്സൈഡ് മൂവോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു ഡൗൺ സൈഡ് മൂവോ ഇല്ലാതെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാണാൻ കഴിയുക. അവിടെ എടുത്തു പറയാൻ കഴിയുന്ന ഒരു സെക്ടർ കാണാൻ കഴിയുന്നത് ഓട്ടോ സെക്ടറാണ്. ഇപ്പോൾ TVS മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ തുടങ്ങിയ കമ്പനികളുടെ Q1 റിസൾട്ടുകൾ നല്ല രീതിയിൽ വന്നതുകൊണ്ട് തന്നെ അത് മൊത്തത്തിൽ ഓട്ടോ സെക്ടർ സ്റ്റോക്കുകളിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ മാരുതി സുസുക്കി അവരുടെ ഉൽപ്പാദന ചെലവിലുണ്ടായിട്ടുള്ള ഒരു വർധനവ് അത് നികത്താൻ വേണ്ടിയിട്ട് അവരുടെ വാഹന വില വർദ്ധിപ്പിച്ചത് കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ മെച്ചപ്പെടുത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയും മാർക്കറ്റിൽ നിലവിലുണ്ട്. അപ്പം അത്തരത്തിലൊരു സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മൂവ് പല ഓട്ടോ സ്റ്റോക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഗ്ലോബൽ മാർക്കറ്റിലെ സംഘർഷങ്ങളും അതുപോലെ യുദ്ധഭീതിയുമൊക്കെ വർദ്ധിച്ചത് കാരണം സ്വർണ്ണവില വീണ്ടും ചെറിയ തോതിൽ മുന്നേറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വർണ്ണവില ഉയരുമ്പോൾ കൂടുതൽ തുക വായ്പയായിട്ട് നൽകാൻ ഈ ഗോൾഡ് ലോൺ കമ്പനികൾക്ക് സാധിക്കുന്നതിനാൽ ഇന്ന് അത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ ഒരു മൂവ് നടന്നതായിട്ട് കാണാം. ഇപ്പോൾ മുത്തൂറ്റ് ഫിനാൻസ്, അതുപോലെ മണപ്പുറം ഫിനാൻസ് പോലെയുള്ള സ്റ്റോക്കുകൾ ഇന്ന് 3 to 4% ഒരു അപ്സൈഡ് മൂവ് കാണിച്ചതായിട്ട് കാണാം. ഇപ്പോൾ ഇറാൻ US സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ യഥാർത്ഥത്തിൽ അവിടെ ഒരു പീസ് ടോക്കിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലൊക്കെ മോർണിംഗ് ഒരു പോസിറ്റീവ് പെർഫോമൻസ് ആണ് മാർക്കറ്റുകളിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ പാകിസ്ഥാനെ മധ്യസ്ഥനാക്കിക്കൊണ്ട് ഒരു പുതിയ കരാറിലേക്ക് എത്താനുള്ള ചർച്ചകൾക്കായിട്ട് ഇറാൻ്റെ ആഭ്യന്തരമന്ത്രി പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകളോ കൂടുതൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയില്ല. എങ്കിലും അത് പ്രതീക്ഷയോടെയാണ് പൊതുവെ ലോകം ഉറ്റുനോക്കുന്നത്. ഇന്ന് ബ്രണ്ട് ക്രൂഡിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ കാണുന്നത് 87, അതുപോലെ 90 എന്നുള്ള ആ ഒരു റേഞ്ചിനുള്ളിലായിട്ടാണ്. അപ്പോൾ ഒരു പീസ് സ്റ്റോക്സിൻ്റെ സാധ്യത ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിപ്പോൾ 90 താഴെ നിൽക്കുന്നത്. അല്ലാത്ത പക്ഷം അത് 90 മുകളിലേക്ക് പോകേണ്ടതാണ്. കാരണം ബ്ലൂംബർഗ്, അതുപോലെ കെപ്ലർ പോലെയുള്ള ഇൻ്റർനാഷണൽ ഷിപ്പ് ട്രാക്കിംഗ് ഏജൻസികളുടെ ഒരു ഡാറ്റ പ്രകാരം ഇന്ന് ഹോർമസ് സ്ട്രേറ്റിലൂടെയുള്ള ഷിപ്പ് മൂവ്മെൻറ്റ് പൂർണ്ണമായിട്ടും നിലച്ച മട്ടിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇറാൻ്റെ സംരക്ഷണമുള്ളതോ അല്ലെങ്കിൽ ഇറാനുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള വിരലിലുണ്ടാവുന്ന കപ്പലുകൾ മാത്രമേ ഈ സ്ട്രേറ്റ് കടന്നുപോയിട്ടുള്ളൂ എന്നാണ് ഷിപ്പ് ട്രാക്കിംഗ് റെക്കോർഡുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് രാവിലെയും ഹോർമസ് സ്ട്രേറ്റിൽ ഓയിൽ ടാങ്കറിന് നേരെ ആക്രമണം ഉണ്ടായതായും 2 ഓയിൽ ടാങ്കറുകൾ എക്സ്പ്ലോഷനെ തുടർന്ന് തടഞ്ഞതായിട്ടും IRGC അറിയിച്ചതായിട്ട് കാണാം. അപ്പോൾ ഇതോടെ ഈ ഷിപ്പിംഗ് കമ്പനികളൊക്കെ പൂർണ്ണമായിട്ടും സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഹോർമസ് സ്ട്രേറ്റിൻ്റെ ഇരുവശത്തുമായി ഏകദേശം 1500-ലധികം വാണിജ്യ കപ്പലുകളും 150-ലധികം എണ്ണക്കപ്പലുകളും പുറപ്പെടാനാകാതെ കെട്ടിക്കിടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ ഒരു ദിവസം 100-ലധികം കപ്പലുകൾ പോയിട്ടുള്ള ഒരു പാതയാണ് ഇതെന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇപ്പോഴും ആ ഒരു ഉയർന്ന ലെവലിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം വന്നോണം ഇന്ത്യൻ റുപ്പിയും വീണ്ടും വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ 96.2 എന്ന ലെവലിന് മുകളിൽ തന്നെയാണ് ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പി ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് FIIസിൻ്റെ കൂടുതലായിട്ടുള്ള സെല്ലിങ്ങിന് അത് കാരണമാകുന്നുണ്ട്. ഇന്നലെയും അവർ മാർക്കറ്റിൽ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. എന്നാൽ ഗ്ലോബൽ ക്യൂസൊക്കെ ഇതേപോലെ എതിരാണെങ്കിലും ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് വരുന്ന ചില ഡാറ്റകൾ ഇന്ത്യൻ ഫ്യൂച്ചർ എക്കണോമിയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് അവർ പുറത്തുവിട്ടിട്ടുള്ള ഒരു ഇൻഡെക്സ് ഓഫ് കോർ ഇൻഡസ്ട്രീസ്, അതായത് ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിലുള്ള വളർച്ച, അത് കഴിഞ്ഞ ജൂണിൽ 5% വളർച്ച രേഖപ്പെടുത്തിയതായിട്ടാണ് ഡാറ്റകൾ നൽകുന്ന സൂചന. അപ്പോൾ ഇത് കഴിഞ്ഞ 5 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. കാരണം മെയ് മാസത്തിലെ 3.2% എന്നുള്ള ആ ഒരു വളർച്ച നിരക്കിനേക്കാൾ 5%-ലേക്ക് ജമ്പ് ചെയ്തത് തീർച്ചയായിട്ടും പ്രതീക്ഷ നൽകുന്നതാണ്. അപ്പോൾ ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന ഒരു വളർച്ചാ നിരക്കാണിത്. അപ്പോൾ ഇത്ര 8 വ്യവസായ മേഖലകളെ മാത്രമേ ഈ ഒരു കോർ ഇൻഡെക്സിൽ പരിഗണിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ അയൺ ഓർ അഥവാ ഇരുമ്പയിരും കൂടി ഈ ഒരു ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ കാറ്റഗറികളിലുള്ള വളർച്ച നോക്കുകയാണെങ്കിൽ ഈ അയൺ ഓറിൽ 43%
ഗ്രോത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഇലക്ട്രിസിറ്റിയിൽ 9.8% വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിമെന്റ് സെക്ടറിൽ 9.8% വളർച്ചയുണ്ട്. അതുപോലെ സ്റ്റീലിലും 4.6% വളർച്ച. അതുപോലെ കോള് അഥവാ കൽക്കരി ഉൽപ്പാദനത്തിൽ 1.4% ഒരു തിരിച്ചുവരവും കാണാൻ കഴിയും. എന്നാൽ അവിടെ കാര്യമായിട്ടുള്ള ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എനർജി പെട്രോളിയം മേഖലയിലുള്ള ഉൽപ്പന്നങ്ങൾക്കാണ്. ഇപ്പോൾ നാച്ചുറൽ ഗ്യാസ് 7% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ റിഫൈനറി പ്രൊഡക്റ്റുകൾക്ക് ഏകദേശം 4.7% ഇടിവുണ്ടായിട്ടുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ ഉൽപ്പാദനത്തിൽ ഏകദേശം 4.2% ഇടിവുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സിൻ്റെ പ്രൊഡക്ഷനിൽ 3.3% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഓവറോൾ ഇൻഡെക്സ് 5% വളർച്ച രേഖപ്പെടുത്തിയതാണ് ഒരു പോസിറ്റീവായിട്ട് മാർക്കറ്റ് കാണുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ വ്യാവസായികോൽപാദന സൂചികയുടെ ഏകദേശം 40% സംഭാവന ചെയ്യുന്നത് ഈ ഒരു കോർ ഇൻഡസ്ട്രിയൽ മേഖലയാണ്. അതിനാൽ 5% വളർച്ച എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാർട്ടറിലെ GDP വ്യവസായ വളർച്ചയെയും അത് ഒരുപക്ഷെ ഉയർത്തിയേക്കും. അപ്പോൾ ഈ സിമെൻറ്റ്, സ്റ്റീല്, ഈ അയൺ ഓർ എന്നിവയിലുണ്ടായിട്ടുള്ള ഈ ഉയർന്ന വളർച്ച രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ റിയൽ എസ്റ്റേറ്റ് നിർമ്മാണ പ്രവൃത്തികളൊക്കെ സജീവമായി മുന്നേറുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ പണലഭ്യതയ്ക്കും അതുപോലെ തന്നെ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. ഇനി നമ്മൾ IPO മാർക്കറ്റിലേക്ക് വന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു പ്രധാനപ്പെട്ട കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. രാജ്യത്തെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായിട്ടുള്ള SBI ഫണ്ട്സ് മാനേജ്മെൻ്റ് ആണ് ഈ രീതിയിൽ ഇന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊത്തം ഈ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിൽ 15% മാർക്കറ്റ് ഷെയറും അതുപോലെ തന്നെ 12.5 ലക്ഷം കോടിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റും കൈകാര്യം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണ് SBI ഫണ്ട്സ് മാനേജ്മെൻറ്റ്. എന്നാൽ ഇവിടെ ഇതിൻ്റെ ലിസ്റ്റിംഗ് വളരെ നിരാശപ്പെടുത്തിയ ഒരു ലിസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഗ്രേ മാർക്കറ്റ് പ്രീമിയം 17% ലിസ്റ്റിംഗ് ഗെയിൻ പ്രതീക്ഷ നൽകിയിരുന്നെങ്കിലും ഇത് ഒടുവിൽ ഇന്ന് ലിസ്റ്റ് ചെയ്യുമ്പോൾ വെറും 7% പ്രീമിയം മാത്രമേ ഇൻവെസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ലിസ്റ്റിംഗ് ഗെയിൻ യഥാർത്ഥത്തിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സിനെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ലിസ്റ്റിംഗ് ഗെയിനിന് വേണ്ടി ഈ IPOക്ക് അപ്ലൈ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 570, 580 എന്നുള്ള അതിൻ്റെ IPO പ്രൈസിൻ്റെ ലെവലിൽ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും സേഫ്. എന്നാൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതിൻ്റെ വാല്യുവേഷൻ വളരെ അട്രാക്റ്റീവാണ്. കാരണം ഇതിൻ്റെ പിയർ കമ്പനികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള ലെവലിലാണ് ഈ ഒരു AMCയുടെ സ്റ്റോക്ക് നമ്മളിപ്പോൾ കാണുന്നത്. ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതുപോലെ ഇൻവെസ്റ്റേഴ്സിനെ വലിയ തോതിൽ നിരാശരാക്കിയ ഒരു സ്റ്റോക്കാണ് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ TAR ലിമിറ്റഡ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ റിസൾട്ട് വന്നതായിട്ട് കാണാം. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ അവിടെ 8% ഒരു ഇടിവ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇയർ ഓൺ ഇയറിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഇടിവ് നിരാശപ്പെടുത്തിയെങ്കിലും റവന്യൂവിൽ 8% വർധനവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് വരുമാനത്തിൽ വർധനവുണ്ടായിട്ടും പ്രോഫിറ്റ് ഇടിയാൻ കാരണം ഈ റോ മെറ്റീരിയൽസ് പ്രത്യേകിച്ച് കോപ്പർ, സ്റ്റീൽ ഇവയുടെ വിലവർധനവും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് മാർജിനിൽ ഉണ്ടായിട്ടുള്ള ഒരു സമ്മർദ്ദവുമാണ് ഇവരുടെ ആ ഒരു പ്രോഫിറ്റിനെ ബാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേമിൽ ഈ സ്റ്റോക്ക് ഒന്നുകിൽ നല്ല തോതിലുള്ള ഇടിവോ അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് മൂവോ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. എന്നാൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പാനിക് സെല് ചെയ്യേണ്ട കാര്യമില്ല. കാരണം കമ്പനിയുടെ ഓർഡർ ബുക്ക് എക്കാലത്തെയും ഉയർന്ന ശക്തമായ നിലയിലാണ് ഇപ്പോഴും ഉള്ളത്. കാരണം നിലവിൽ കമ്പനിക്ക് 6,630 കോടിയുടെ അൺഎക്സിക്യൂട്ടഡ് ഓർഡർ ബുക്ക് ഉണ്ട്. അത് മുൻ വർഷത്തേക്കാൾ 26% കൂടുതലാണ്. അപ്പോൾ ഇത് അടുത്ത ഒരു 18 മുതൽ 24 മാസത്തേക്ക് ഒരു മികച്ച വരുമാന സാധ്യത ഉറപ്പു നൽകുന്ന ഒരു ഓർഡർ ബുക്കാണ്. കൂടാതെ കമ്പനിയുടെ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ അടുത്ത ഒരു 2-3 ക്വാർട്ടറുകളിൽ പ്രൊഡക്ഷൻ ചെലവുകൾ കുറയുകയും മാർജിനിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൂടാതെ ഇന്ത്യയിലെ പവർ ഗ്രിഡ് വികസനവും സോളാർ ഗ്രീൻ എനർജി പ്രൊജക്റ്റുകളും കാരണം ട്രാൻസ്ഫോമറുകളുടെ ആവശ്യകത വളരെയധികം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അതും ഫ്യൂച്ചർ ഡിമാൻഡ് ഈ സ്റ്റോക്കിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ഒരു 2 ക്വാർട്ടറുകൾക്കുള്ളിലായിട്ട് ഈ കമ്പനിയുടെ ആ ഒരു പ്രോഫിറ്റബിലിറ്റി തിരികെ വരാൻ സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ നിഫ്റ്റിയുടെ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 24,150, 24,280 എന്നുള്ള ആ ഒരു റേഞ്ചിലുള്ള ഒരു കൺസോളിഡേഷനാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ നമ്മൾ കണ്ടത്. അപ്പോൾ 24,158 എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ലെവൽ അവിടെ ഉണ്ട്. കൂടാതെ അതിനുശേഷമുള്ള 24,000 എന്നുള്ളത് സൈക്കോളജിക്കലായിട്ടും ടെക്നിക്കലായിട്ടും ശക്തമായ ഒരു സപ്പോർട്ട് ലെവലാണ്. എന്നാൽ 24,268 ഒരു പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസായി നിൽക്കുന്നുണ്ട്. കൂടാതെ 24,367 മറികടന്നാൽ മാത്രമേ മുന്നേറ്റം നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ നിലവിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഈ 88-89 ലെവലിലേക്ക് താഴ്ന്നിട്ടുണ്ടെങ്കിലും അത് ഇനിയും താഴ്ന്നുകൊണ്ട് 80-ന് താഴെ പോയാൽ മാത്രമേ നമുക്ക് വലിയൊരു പോസിറ്റീവ് വേവ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.